ഹലോ, ഐ എം ലവ്ലി എബ്രഹാം ഫ്രം ട്രിവാൻഡ്രം. ഇനി പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ആരും ഞെട്ടരുത്. ഞാനൊന്ന് ഞെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 29-ാം തീയതി ഒരു അത്ഭുതം ഇന്ത്യൻ ഫിനാൻസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചു. അത് ഇത്രയേ ഉള്ളൂ. ഒരു ഷെയറിൻ്റെ വില ₹3.53 അത് പിറ്റേ ദിവസം അതിൻ്റെ വില 2,60,60,000 ഇന്ന് അതിൻ്റെ വില 2,60,60,465 സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊരു NBFC കമ്പനിയാണ്. അതിൻ്റെ പേര് എൽസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ്. ഇന്ത്യയിലുള്ള 10,000-ൽ കൂടുതൽ വിലയുള്ള ഏതാണ്ട് 10-30 അതിനത് എത്ര ഒക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കമ്പനീസ് ഹാവിങ് ഷെയർ വാല്യൂ ഓഫ് 10,000 ആൻഡ് എബോവ് അത്രയേ ഉള്ളൂ, 30 വരുന്നുള്ളൂ. പക്ഷേ ഈ കമ്പനി പെട്ടെന്ന് തന്നെ അങ്ങനെ ഇത്രയും അധികം ഒരത്ഭുതം സൃഷ്ടിക്കുമെന്ന് ആരും അറിഞ്ഞില്ല. നമുക്കൊന്നും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ പറയാം. ഒരാൾ ഒരു 10,000 ഷെയർസ് വാങ്ങിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വില അന്ന് ₹3.53 വെച്ച് 35,300 ആകുമായിരുന്നുള്ളൂ. പിറ്റേ ദിവസം അത് 250 കോടിയാകുമായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് കോടിപതിയാകുക, 250 കോടി. ഓക്കെ, നമുക്ക് പലർക്കും അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ലായിരിക്കും. കിട്ടിയിട്ടുള്ള അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ. ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ അറിഞ്ഞതുമില്ല. അതുപോട്ടെ. നമുക്ക് അതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ കമ്പനി ആയിരുന്നു MRF. 1,40,000, 42 അങ്ങനെയൊക്കെ വരുമായിരുന്നു. അതായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ കമ്പനി. പിന്നെ ഉള്ള കമ്പനികൾ കുറച്ച് ഞാനിപ്പോൾ പേര് പറയാം. MRF പറഞ്ഞു, പേജ് ഇൻഡസ്ട്രീസ്, ഹണിവെൽ, ഓട്ടോമേഷൻ ഇന്ത്യ, ശ്രീ സിമെൻറ്റ്, 3M ഇന്ത്യ, അബോട്ട് ഇന്ത്യ, നെസ്ലെ ഇന്ത്യ, ബോഷ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ഹൈജീൻ ആൻഡ് ലക്ഷ്മി മെഷീൻ വർക്ക്സ്. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള വലിയ കമ്പനികൾ. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പം ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡിലുള്ള ഏതൊക്കെ സെക്ടറിലുള്ള കമ്പനികളാണ് നോക്കാൻ പറ്റുന്നത് എന്നൊന്ന് ജസ്റ്റ് പറയാം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരിക്കലും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് ഇന്ന കമ്പനിയിലെ സ്റ്റോക്കുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങരുത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അത് ഞാൻ ഓരോ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുന്നത് റെക്കമെൻഡേഷനുള്ള അതിനകത്ത് ആ ഒരു കാറ്റഗറി ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. ഞാൻ ഷെയറുകൾ നോക്കുന്ന രീതി, വാങ്ങിക്കുന്നത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് മുഴുവൻ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും ഒരു മിസ്ലീഡിങ്ങിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്കിനി ഞാൻ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് ഏതൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ സെക്ടറിൽ പെടുന്ന സ്റ്റോക്കുകളായിരിക്കാം ഗ്രോത്ത് ഉണ്ടാകുന്നത്. നമ്മൾ ഡേ ടു ഡേ വാങ്ങിക്കുന്ന കുറേ കൺസ്യൂമബിൾസ് ഉണ്ട് അല്ലേ? അതൊക്കെ നമുക്കതില്ലാതെ പറ്റില്ല, അത് വേണം. പിന്നെ കൺസ്ട്രക്ഷന് സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സിമെൻറ്റ് കാറ്റഗറി പെടുന്ന സ്റ്റോക്കുകൾ ഒരു ഗ്രോത്ത് വരാം. പിന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളെ നമുക്ക് ലോങ് ടൈമിലേക്ക് നോക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഫിനാൻസ്. ഇപ്പോൾ ഈ NBFCയിൽ എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ പോലെയുള്ള ചില കമ്പനികൾ, അത് നല്ലതാണ്. ഹെൽത്ത് കെയർ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് കെയർ. അപ്പോൾ ആ ഹെൽത്ത് കെയറിലുള്ള കമ്പനികളെ നമുക്കൊന്ന് നോക്കുന്നതിന് സാധിക്കും. സോഫ്റ്റ്വെയർ IT അതെപ്പോഴും വേണം അല്ലേ? എല്ലായ്പ്പോഴും നമുക്ക് വേണ്ട കാര്യമാണ് IT. പിന്നെ ടെലികോം അതും വേണം നമുക്കെല്ലാവർക്കും. എല്ലായ്പ്പോഴും അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളൊക്കെ നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ കമ്പനികൾ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ screener.in അതിൽ നമ്മൾ അടിച്ച് നോക്കുക. 10 വർഷത്തെയെങ്കിലും ലോങ് ടേം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം
കഴിഞ്ഞ പോയ 10 വർഷത്തെ പെർഫോമൻസ് നമ്മൾ നോക്കണം. പിന്നെ ബേസിക്കലി ഒരു കാര്യം കൂടി പറയേണ്ടത്, ഈ പോയ 10 വർഷത്തെ പെർഫോമൻസ് ഫ്യൂച്ചറുള്ള ഒരു സക്സസ്സിന് വേണ്ടി ബേസ് ആക്കി നമ്മൾ എടുക്കരുത്. ഒപ്പം നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു കാര്യം നമ്മൾ നോക്കാനുള്ളത് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയുണ്ട്, ഫിനാൻസ് ബുക്സ് കംപ്ലീറ്റ് അതൊക്കെ ഒന്ന് നോക്കുക. എല്ലാ വർഷത്തേതും ഓരോ വർഷവും എങ്ങനെയുണ്ട്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്നുള്ള രീതിയിലേക്ക് നോക്കുക. പിന്നീട് ഇപ്പോൾ ചിലപ്പം അതിന് കുറച്ച് കൂടുതൽ എക്സ്പെൻഡിച്ചർ ഒരു പർട്ടിക്കുലർ ഇയറിൽ വന്നിട്ടുണ്ടാകും. അതൊരു പക്ഷേ ഇവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫണ്ടാണ് ആ വലിയ ഹ്യൂജ് എമൗണ്ട് എങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാനല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ഇയറിൽ നല്ല പ്രോഫിറ്റ് വരും. കാരണം ഇതൊരു ലോസ് അല്ലെങ്കിൽ ഒരു ഡെറ്റിന് വേണ്ടിയുള്ള ഒരു ഇത് വേണ്ടി ആയിരുന്നില്ല അത്ര എമൗണ്ട് ഉപയോഗിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് സെയിൽസ് പ്രൊമോഷൻ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഈ ചെറിയ വളരെ വില കുറഞ്ഞ സ്റ്റോക്കുകളുണ്ട്, അത് ഒരു ചിലപ്പോൾ ഒരു 5-6 മാസമോ 8 മാസമോ ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ വിലയൊക്കെ നല്ല രീതിയിൽ കൂടും. നമുക്ക് നമ്പർ ഓഫ് സ്റ്റോക്സ് വാങ്ങിക്കാൻ പറ്റും കൂടുതലും. പക്ഷേ ഈ മുമ്പേ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലായ്പ്പോഴും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. എല്ലാവരും വിജിലൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ഗുഡ് ബൈ ഫ്രം മീ, ലവ്ലി എബ്രഹാം.